ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ലോക്സഭ ആദരം അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി. ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീം കോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി തന്നെ കണ്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2000 രൂപ വീതമാണ് നൽകുന്നത്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. സംസ്ഥാനത്ത് 4ാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും 3 ഇരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും
നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സദേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും, സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി. മന്ത്രി K മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാവുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർക്കുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മാർത്താ മറിയം പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് 2ാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSC പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75,541-ലും നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23,626-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇതു സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറങ്ങലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. സുപ്രീം കോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ ഹരാരിയിൽ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.